राष्ट्रपाल हाँ अच्छा है। अच्छा है, लेकिन मैं क्या बोल रहा हूँ, अगर वो यहाँ पे मेरे कुछ दोस्त थे केरला में, तब बन गई। मेरे को थोड़ा सा भी खरोच आया हाँ। तो धरती नहीं बचेगी। ओके। मैं ये बोल रहा हूँ कि मेरे को थोड़ी सी भी खरोच आई तो केरला में मेरे डायरेक्टर्स रहते हैं। തിങ്കളാഴ്ച വൈകുന്നേരം എറണാകുളം വൈറ്റ്ല ജംഗ്ഷനിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിൽ കയറുമ്പോൾ രാഷ്ട്രപാൽ എന്ന 37-കാരൻ മുളവുകാട് പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI KX തോമസിന്റെ കാലുകൾ തൊട്ടുതൊഴുതു. ബസ്സിനടുത്തേക്ക് നടന്നെങ്കിലും വീണ്ടും തിരിച്ചു വന്നു. തോമസ് സാർ, ശുക്രിയ. ആപ് മേരെ ബഡേ ഭായ് ഹോ, मैं अपने जीवन में आपको कभी नहीं भूलेगा. നിറമിഴികളോടെ കൈകളിൽ പിടിച്ച് രാഷ്ട്രപാൽ പറഞ്ഞു. ആ നന്ദി പറച്ചിലിൽ SI തോമസിന്റെയും ASI സജിമോന്റെയും SCPO അനിരുദ്ധന്റെയും കണ്ണുകളിൽ നനവ് പടർന്നു. കാരണം കഴിഞ്ഞ ഒരു മാസത്തോളം അനാഥനെന്ന് കരുതി തങ്ങൾ ഭക്ഷണം നൽകി സംരക്ഷിച്ച ഒരാളെ 4 വർഷത്തിനു ശേഷം സ്വന്തം കുടുംബത്തിനൊപ്പം പറഞ്ഞുവിടുന്നതിന്റെ ചാരിതാർത്ഥ്യം അവർക്കെല്ലാം ഉണ്ടായിരുന്നു. ചെറിയ മാനസികാസ്വാസ്ഥ്യം മൂലം വർഷങ്ങളായി അലഞ്ഞു തിരിഞ്ഞിരുന്ന മഹാരാഷ്ട്ര നാഗ്പൂർ സ്വദേശി രാഷ്ട്രപാൽ മനോഹർ ചഹാണ്ടെയാണ് മുളവുകാട് പോലീസിന്റെ ഇടപെടലിൽ തിങ്കളാഴ്ച കുടുംബാംഗങ്ങൾക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങിയത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിയായ രാഷ്ട്രപാൽ ജൂലൈ മുതൽ മുളവുകാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന വാട്ടർ പ്യൂരിഫയറിൽ നിന്ന് ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കാൻ എത്തിയിരുന്ന രാഷ്ട്രപാലിന് SI തോമസും ASI സജിമോനും SCPO അനിരുദ്ധനും ഭക്ഷണം വാങ്ങി നൽകിയിരുന്നു. അവരുമായി പെട്ടെന്നിണങ്ങിയ ഇയാൾ സംസാരത്തിനിടയിലാണ് അഹമ്മദ് നഗറിലെ VK പാട്ടീൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് M.Tech നേടിയതും ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയിൽ ഉയർന്ന ജോലി 2 വർഷം ചെയ്തതുമൊക്കെ പോലീസുകാരോട് പറഞ്ഞത്. തുടർന്ന് പോലീസ് ഇയാൾക്ക് മാനസിക ചികിത്സ നൽകി. ഇദ്ദേഹം പറഞ്ഞ വിലാസത്തിനടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കും പഠിച്ച സ്ഥാപനങ്ങളിലേക്കും മുളവുകാട് പോലീസ് ബന്ധപ്പെട്ടു. ഒടുവിൽ നാഗ്പൂരിലുള്ള ബന്ധുക്കളെ ഫോണിൽ ബന്ധപ്പെട്ടു. തുടർന്നാണ് സഹോദരി പ്രിയങ്ക സിദ്ധാർത്ഥ് ബാഷർക്കർ, ഇവരുടെ ഭർത്താവ് അമൻ സമദ്ദാരോ രാംതെ, അമ്മയുടെ സഹോദരി രേഖ സിദ്ധാർത്ഥ് ബാഷർക്കർ എന്നിവർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12ഓടെ മുളവുകാട് പോലീസ് സ്റ്റേഷനിലെത്തിയത്. ബന്ധുക്കൾ കുട്ടിക്കാലത്തെ ഫോട്ടോകളും മറ്റും കാണിച്ചതോടെ രാഷ്ട്രപാൽ ഇവരെ തിരിച്ചറിഞ്ഞു. 3 സഹോദരിമാരുടെ മൂത്ത സഹോദരനായ ഇദ്ദേഹം ഇവരുടെ വിവാഹശേഷവും മാതാപിതാക്കളുടെ മരണത്തെ തുടർന്നും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു. തുടർന്നാണ് 2019 മുതൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതും 2022 മുതൽ കാണാതായതും. അന്നു മുതൽ ബന്ധുക്കൾ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. ബന്ധുക്കളെ തിരിച്ചറിഞ്ഞ രാഷ്ട്രപാലിനെ പോലീസ് വീണ്ടും മനോരോഗ വിദഗ്ധന്റെ അടുത്തെത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തി. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോലീസ് ജീപ്പിൽ വൈറ്റ്ല ജംഗ്ഷനിലെത്തിച്ചു. അവിടെ നിന്നാണ് ബന്ധുക്കൾക്കൊപ്പം രാഷ്ട്രപാൽ ബാംഗ്ലൂരിലേക്ക് പോയത്. ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് ജന്മനാട്ടിലേക്കെത്തും.